നമുക്കിന്ന് കപ്പയും ബീഫും ഉണ്ടാക്കിയാലോ? കൊള്ളാമോ എന്ന് അറിഞ്ഞുകൂടാ, ശ്രമിച്ചു നോക്കാം. വരും. 1 കിലോ കപ്പയും 1/2 കിലോ ബീഫുമാണ് നമ്മൾ പാചകത്തിന് എടുത്തിട്ടുള്ളത്. കപ്പ തൊലി കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ചെറുതാക്കി കട്ട് ചെയ്യണം. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മൾ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനിയൊരു കുക്കറിൽ എല്ലാം ഫുള്ളായിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് വെക്കുക. ഇട്ടതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ കപ്പ അടിയിലായിട്ട് മുകളിൽ ശകലം വെള്ളം നിൽക്കണം, അല്ലെങ്കിൽ കപ്പ അടി പിടിക്കും. സ്റ്റൗ കത്തിക്കുക, കുക്കർ അടുപ്പത്ത് വെക്കുക. 3 വിസിലാണ് നമ്മൾ കപ്പ വേകാനുള്ളത്. ആ ടൈമും കൂടി നമുക്ക് ബീഫ് കറി വെക്കാം. ബീഫ് വെക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ബീഫ് മസാല 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കറിവേപ്പും മല്ലിയിലയും കുറച്ച്. ബീഫ് നമുക്ക് കുക്കറിൽ ഇടാം. ഇഞ്ചി പേസ്റ്റ് നമുക്ക് ചേർത്താം, മുളകും പൊടി ചേർത്താം, മഞ്ഞൾപ്പൊടി ചേർത്താം, മല്ലിപ്പൊടി ചേർത്താം, ബീഫ് മസാല ചേർത്താം, ഗരം മസാല, കറിവേപ്പ്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം ബോഡിനും കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. നമ്മൾ ശകലം ഉപ്പിടണം. ഉപ്പിടാൻ മറന്നു പോയതാണ്. ശകലം ഉപ്പിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ശകലം വെള്ളം കൂടി തെളിച്ച് കൊടുക്കണം, മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുക്കർ മൂടി വെച്ചാൽ അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച കുക്കർ എടുത്ത് നമ്മളിഞ്ഞ് തീ കത്തിച്ച് ഗ്യാസിൽ വെക്കുക. 5 or 6 വിസിലടിക്കുന്നത് വരെ അടുപ്പിൽ വെക്കണം. ഇത് കണ്ടോ, ഒരു കുട്ടിപ്പെണ്ണയുടെ താഴെ ഇരിക്കണ കണ്ടോ, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചട്ടിയൊക്കെ വെച്ചിട്ട് നല്ല സഹായമാണ് അവൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടി. ഇനി നമുക്ക് കപ്പ എന്തായി എന്നുള്ളത് തുറന്നു നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല പോലെ അലിഞ്ഞ മരുന്ന് നല്ല പോലെ പൂ പോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ ഊറ്റിയെടുക്കണം. ഒരു പാത്രത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഫുള്ള് ഊറ്റിയെടുക്കണം. നമ്മൾ നേരത്തെ കപ്പയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ശകലം ഉപ്പുകൂടി ഇടണം. ഇനി നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ പാകത്തിനില്ല, അത്യാവശ്യത്തിനില്ല ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വറവിടാൻ വേണം. 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ആവശ്യത്തിന് കരിവേപ്പിൻ്റെ ഇല. ഗ്യാസ് കത്തിക്കുക. ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക. ഇന്ന് ശകലം എണ്ണ ഒഴിക്കുക, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക.
നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിൻ്റെ ശേഷം നല്ലപോലെ പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിച്ചത് കപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കണ്ട നല്ല അടിപൊളിയായിട്ട് കപ്പ വെന്തിട്ടുണ്ടേ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള മസാല കൂട്ടാം. നമുക്ക് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നമ്മളെ ബീഫ് നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല പോലെ വെന്ത് കിടക്കണം. നമ്മളെ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ മുരിഞ്ഞ് വരണം. നല്ല മുരിയണ്ട, ഒരു മീഡിയം രീതിയിലൊന്ന് വാടി വരണം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ശകലം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ശകലം ചേർത്തുക. കാരണം ബീഫിൽ നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. അപ്പോൾ അതിൻ്റെ ശകലം ചേർത്തിയാൽ മതി കേട്ടോ. അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറുന്ന വരെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നീളത്തിനരിഞ്ഞ തക്കാളിയാണ്. നമുക്കത് അടച്ച് വെച്ച് 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇല ശകലം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില അതിൻ്റെ മുകളിലോട്ടുകൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു പാത്രം കൊണ്ട് നല്ലപോലെ മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴൻ്റെലേക്ക് വിളമ്പിയാലോ. ഇനി ഇതിൻ്റെ അഭിപ്രായം എൻ്റെ ഇക്കയും മോനും പറയട്ടെ. കൊള്ളാം കേട്ടോ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. നീ ഇങ്ങനെയൊക്കെ വയ്ക്കുമോ? കൊള്ളാം കൊള്ളാം, സംഭവം ഉഷാറായിട്ടുണ്ട്. ഓക്കെ.
വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ.